പറയാണ് ഓസിക്ക് എങ്ങനെ ഒന്ന് സ്കിൻ കെയർ ചെയ്യാം, അതല്ലെങ്കിൽ സ്കിൻ ഒന്ന് വെളുപ്പിച്ചെടുക്കാം, ബ്രൈറ്റ് ആക്കി എടുക്കാം എന്നൊക്കെ ചിന്തിക്കുന്നവരാണ്. അപ്പൊ അവരെന്തായാലും ഇത് മിസ്സാക്കരുത്. ഒത്തിരി പേര് അത് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ചിലവർക്ക് ഇങ്ങനെ ചൊറിച്ചില് പോലെയൊക്കെ പല സ്കിൻ ടോൺ ആണല്ലോ. ചിലവർക്ക് സെൻസിറ്റീവ് സ്കിന്നൊക്കെ ഉള്ളവർക്ക് ചിലപ്പോ പ്രത്യേകിച്ച് വലിയ ചെലവുകളൊന്നും ഇല്ലല്ലോ. ഞാൻ ഇതിന്റെ എനിക്ക് അത്യാവശ്യം വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ, ഒത്തിരി പേര് അത് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എന്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ, ഇന്ന് ഞാൻ വന്നിരിക്കണമെന്ന് പറഞ്ഞാൽ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഒരു ടോണർ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ടാട്ടോ. ഇത് ഫേസ് ടോണർ ആയിട്ട് യൂസ് ചെയ്യാം, അത് കൂടാണ്ട് നമുക്ക് ഹെയർ ടോണർ ആയിട്ടും രണ്ട് രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഒരു സിമ്പിൾ ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയതാണ്. ഇത് ഫേസിൽ പോർട്സ് ആണെങ്കിലും ഡാർക്ക് സ്പോട്ട്, പിഗ്മെന്റേഷൻ, ടാൻ എന്ന് വേണ്ട എല്ലാ പ്രശ്നങ്ങളും പോകാനായിട്ട് ഈ ഒരു ടോണർ ബെസ്റ്റ് ആണ് കേട്ടോ. അത് കൂടാണ്ട് ഹെയറിലാണെങ്കിൽ നമ്മുടെ ഹെയറിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈനെസ് കുറയാനായിട്ട്, ഫ്രിസ്നെസ് കുറയാനായിട്ട്, മുടി കൊഴിച്ചില്, താരൻ എന്ന് വേണ്ട ഹെയർ പ്രോബ്ലംസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറാനായിട്ടും ഈ ഒരു ടോണർ വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊന്ന് വേഗം കണ്ടിട്ടുന്നല്ല. അതിനായിട്ട് വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മളുടെ കഞ്ഞിവെള്ളമാണ് കേട്ടോ. കഞ്ഞിവെള്ളം വെക്കുമ്പോൾ ചീന്ന് ആരും വിചാരിക്കേണ്ട, സംഭവം കിടു സാധനമാണ് കേട്ടോ. നമുക്ക് സീറോ കോസ്റ്റിൽ നമ്മുടെ സ്കിൻ ഇംപ്രൂവ് ആക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സാധനമാണ് ഈ ഒരു കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ. ഈ ഒരു കഞ്ഞിവെള്ളം മാത്രം യൂസ് ചെയ്താൽ തന്നെ സ്കിൻ നല്ല ക്ലിയർ, നല്ല ഗ്ലാസ് സ്കിൻ പോലെ ആവും. നമുക്കറിയാം കൊറിയൻസിന്റെയും ജാപ്പനീസിന്റെ ഒക്കെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആണ് ഈ ഒരു റൈസ് വാട്ടർ സംഭവമില്ല. അപ്പൊ ഇത് നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും വൺ ഓഫ് ദ ബെസ്റ്റ് ഇൻഗ്രീഡിയന്റ് ആണ് കേട്ടോ. അപ്പൊ ഞാൻ ഇത് വെച്ച് ഞാൻ ഇന്നൊരു ഫേസ് ടോണറും പിന്നെ ഞാനൊരു ഹെയർ ടോണറും സെയിം രണ്ടു രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഞാൻ ഇത് ഉണ്ടാക്കാൻ പോണത് കേട്ടോ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് വേഗം കണ്ടിട്ട് വരാം. അപ്പൊ അതിനായിട്ട് ഞാൻ നേരത്തെ എടുത്തു വെച്ച കഞ്ഞിവെള്ളം ഉണ്ട് കേട്ടോ. ഇത് തലേ ദിവസം എടുത്തു വെച്ച കഞ്ഞിവെള്ളമാണ്. അപ്പോൾ പലർക്കും സംശയം ഉണ്ടാവും ഇത് എങ്ങനെയാണ് കഞ്ഞിവെള്ളം രണ്ട് രീതിയിൽ എടുക്കുമല്ലോ. ഒന്ന് നമ്മൾ വെറുതെ അരി കഴുകിയിട്ട് ആ ഒരു വെള്ളം എടുക്കും, അതുകൂടാണ്ട് നമ്മൾ അരി വെച്ചിട്ട് ആ വെള്ളം ഉണ്ടല്ലോ കഞ്ഞിവെള്ളം, ആ രണ്ട് രീതിയിൽ നമ്മൾ യൂസ് ചെയ്യാറുണ്ടല്ലോ. പക്ഷെ ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അരി ചോറ് വെച്ചിട്ട് അതിന്റെ വെള്ളം നമ്മൾ ഊറ്റിയെടുക്കൂലേ, ആ ഒരു സംഭവമാണ് കേട്ടോ. തിക്കായിട്ടുള്ള ഇതുണ്ടാവൂലേ, ആ എല്ലാ സ്റ്റാർച്ചും അടിഞ്ഞ ആ ഒരു സംഭവം, ആ ഒരു വെള്ളമാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. കാണിക്കാൻ പറ്റില്ല, കാണിച്ചു കഴിഞ്ഞാൽ മൊത്തം ഇവിടെ താഴെ പോകും. അപ്പൊ അത് നമ്മൾ ഒരു പാത്രത്തിലാക്കി നമ്മൾ തലേദിവസം എടുത്തു വെക്കാം. അപ്പൊ ഇനി അത് നന്നായിട്ട് ഫെർമെന്റ് ആകുമ്പോൾ അത് പുളിച്ച ഒരു സ്മെല്ലൊക്കെ ജസ്റ്റ് വന്നു സംഭവം. ഇപ്പൊ ഇതിന് അത്യാവശ്യം നല്ല രീതിയിൽ സ്മെല്ലുണ്ട് കേട്ടോ. സ്മെല്ലൊന്നും കാര്യമാക്കണ്ട, നല്ലൊരു സ്കിൻ വേണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ കുറച്ച് സഹിച്ചേ കൊടുക്കും കേട്ടോ. ഇത് നമുക്ക് സീറോ കോസ്റ്റിലാണ് ചെയ്യാൻ പറ്റിയ സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കുറച്ച് സംഭവങ്ങളൊക്കെ നമ്മൾ സഹിക്കേണ്ടി വരും. അപ്പൊ കണ്ടോ, നല്ല സ്മെല്ലുണ്ട്. എൻ്റമ്മോ, നല്ല സ്മെല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റിയ സ്മെല്ലാണ്, വലിയ ബാഡ് ആയിട്ടുള്ള സ്മെല്ലൊന്നും അല്ല. നമുക്കറിയാലോ പുളിച്ച ഭക്ഷണങ്ങൾക്ക് ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ്, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ഒരു സ്പ്രേ ബോട്ടിൽ ഇതെടുക്കാം. ഇതിലേക്ക് നമ്മൾ ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാനിത് ഫുള്ള് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സംഭവം കൂടി ആഡ് ചെയ്യണം കേട്ടോ. അതായത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്. ഒരു വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ എടുത്തിട്ട് ഇതിലേക്ക് ഒന്ന് പൊട്ടിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ ഇതിലേക്ക് നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് അടക്കാം. അടച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്തെടുക്കാം കേട്ടോ. ആ വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ്. നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, മിക്സ് ആയിട്ടുണ്ട്. നന്നായിട്ട് ഷേക്ക് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഇതേപോലത്തെ ഒരു ബൗളിൽ മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിൽ ഫില്ല് ചെയ്ത് കൊടുത്താലും മതി കേട്ടോ. ഞാനിത് എളുപ്പം കഴിയാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത്. ഓക്കെ, അപ്പൊ അതാ മിക്സ് ആയിട്ടുണ്ട്. അത്യാവശ്യം എല്ലായിടത്തോട്ട് മിക്സ് ആയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് നമുക്കിനി ഇത് ജസ്റ്റ് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്തതിന് ശേഷം, അതായത് ഫേസ് വാഷോ അല്ലെങ്കിൽ ക്ലെൻസർ യൂസ് ചെയ്തിട്ട് നമ്മൾ മോർണിംഗിൽ ക്ലെൻസ് ചെയ്യാറുണ്ടല്ലോ, അതിനുശേഷം രാവിലെ ജസ്റ്റ് ഒന്ന് ഇതേപോലെ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കട്ടോ. കണ്ടോ, ജസ്റ്റ് ഇങ്ങനെ തുടക്കണ്ട, ജസ്റ്റ് ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ഫേസിൽ തന്നെ ഇരുന്നോട്ടെ.
അത് ഡ്രൈ ആകുമ്പോൾ അങ്ങോട്ട് ഡ്രൈ ആയി പോയിക്കോട്ടെ. 10 മിനിറ്റ്സ് ഫേസിൽ വെച്ചിട്ട് നമുക്കിത് വാഷ് ഔട്ട് ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ പുറത്തോട്ട് അല്ലെങ്കിൽ വേറെ എങ്ങും പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് കഴുകി കളയേണ്ട കാര്യമില്ല. ജസ്റ്റ് അത് ഇവിടെ ഇരുന്നോട്ടെ, വേറെ കുഴപ്പമൊന്നുമില്ല. അതല്ല നമ്മൾ പുറത്തോട്ടൊക്കെ പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫേസ് വാഷ് ചെയ്യുന്നത് നന്നായിരിക്കോട്ടെ. കാരണം ചെറിയൊരു സ്മെല്ലുണ്ടല്ലോ, അപ്പം അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പോകുന്നില്ലെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ അത് വെച്ച് കഴുകിയില്ലെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പം നമ്മളിതിങ്ങനെ ഡാബ് ചെയ്ത് കൊടുത്ത് വിടാട്ടോ. അപ്പം ഇത് ഡെയിലി ചെയ്യാട്ടോ. മോർണിംഗിൽ എല്ലാ ദിവസവും മോർണിംഗിലും ചെയ്യാം, ഈവനിങ്ങിലും ചെയ്യാട്ടോ. നല്ല റിസൾട്ടാണ്. ഇപ്പോൾ ടാൻ മാറാനായിട്ടാണെങ്കിൽ, പിഗ്മെന്റേഷൻ മാറാനായിട്ടാണെങ്കിൽ, മുഖക്കുരു വന്നിട്ടുള്ള പാടുകൾ, പിന്നെന്താ ഡിസ്കളറേഷൻ, സ്കിൻ ഗ്ലോ ആവാനായിട്ടും ബ്രൈറ്റ് ആവാനായിട്ടും, പിന്നെ ഈവൻ സ്കിൻ ടോൺ, അതായത് ഇപ്പോൾ ചിലവർക്ക് ഭയങ്കരമായിട്ട് ഡിസ്കളറേഷൻ പോലെയൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അതൊക്കെ മാറാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്തു, സെയിം മെത്തേഡിൽ തന്നെ നമുക്ക് നമ്മുടെ സ്കാൽപ്പിലും അപ്ലൈ ചെയ്ത് ഇങ്ങനെ കൊടുക്കാട്ടോ. കണ്ടോ, ഡ്രൈനെസ് കുറയും. ഇപ്പോൾ സ്കാൽപ്പൊക്കെ ഭയങ്കര വരണ്ടിരിക്കുന്നു, ഡാൻഡ്രഫ് ഉള്ള സ്കാൽപ്പൊക്കെ ആണെങ്കിൽ അതൊക്കെ കുറയാനായിട്ടും, പിന്നെ ഫ്രിസ്നെസ്, ഹെയറിന്റെ ഫ്രിസി ഹെയർ ഒക്കെ ആണെങ്കിൽ അത് പോകാനായിട്ട്, പിന്നെ സ്പ്ലിറ്റ്നെസ് കുറയാനായിട്ട്, അങ്ങനെ ഒത്തിരി ഹെയർ പ്രോബ്ലംസിന് സൊല്യൂഷൻ ആണ് ഈ ഒരു റൈസ് വാട്ടർ എന്ന് പറഞ്ഞാലിട്ട്. അപ്പം നമുക്ക് ഈ 2 രീതിയിൽ ഈ ഒരു ടോണർ യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചാണ് യൂസ് ചെയ്യണത്. കാരണം നമുക്ക് കൂടുതൽ ദിവസം നമുക്കൊരു 1 വീക്കിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ എടുത്താൽ മതി. അപ്പോൾ ഒരു 1 വീക്കിൽ നമ്മൾ പുറത്ത് തന്നെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ഭയങ്കരമായിട്ട് മോശമായിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് തണുപ്പോട് കൂടി നമ്മൾ എടുത്ത് സ്കാൽപ്പിൽ, ഫേസിൽ കുഴപ്പമില്ല, പക്ഷെ സ്കാൽപ്പിൽ തണുപ്പോട് കൂടി അപ്ലൈ ചെയ്യരുത്. ജസ്റ്റ് ഒന്ന് തണുപ്പൊക്കെ മാറിയതിന് ശേഷം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. ചിലവർക്ക് ജലദോഷം, തുമ്മൽ അങ്ങനെയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, നീർക്കെട്ടൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്കാൽപ്പിലോട്ട് ഒരിക്കലും തണുപ്പോട് കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കരുത് കേട്ടോ. ഫേസിൽ കുഴപ്പമില്ല, ഫേസിൽ നല്ലൊരു കൂളിംഗ് എഫക്റ്റ്. ഇപ്പോൾ രാവിലെയൊക്കെ ഒന്ന് തണുപ്പോട് കൂടി നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ നല്ലൊരു എഫക്റ്റ് ആണ്. നമ്മൾ പോഴ്സൊക്കെ ഒന്ന് ചുരുങ്ങാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും കേട്ടോ. എനിക്കൊന്ന് ഞാൻ കുറേ നാൾ വരെ എൻ്റെ സ്കിൻ കെയറിൽ മെയിനായിട്ട് യൂസ് ചെയ്തത് ഈ ഒരു റൈസ് വാട്ടർ ആണെന്ന് തോന്നി. ഇതാകുമ്പോൾ പ്രത്യേകിച്ച് വലിയ ചിലവുകളൊന്നുമില്ലല്ലോ. ഞാൻ ഇതിൻ്റെ ഒരു വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള. ജസ്റ്റ് ഫേസ് വാഷ് ചെയ്താൽ തന്നെ സ്കിൻ നന്നായിട്ട് ടാനൊക്കെ പോകാനായിട്ട് എന്നെ വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു കഞ്ഞിവെള്ളം എന്ന് പറഞ്ഞാൽ. വെറുതെ കഞ്ഞിവെള്ളം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത്, നന്നായിട്ട് പുളിച്ച കഞ്ഞിവെള്ളം ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് ഇങ്ങനെ ഫേസ് ഇങ്ങനെ വാഷ് ചെയ്താൽ മതി. എനിക്ക് അത്യാവശ്യം വ്യൂസ് കിട്ടിയ ഒരു വീഡിയോ ഞാൻ കഞ്ഞിവെള്ളം വെച്ച് ചെയ്തതാണ്. ഒത്തിരി പേര് അത് യൂസ് ചെയ്തിട്ട് നല്ല റിസൾട്ട് ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ 2 രീതിയിൽ നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കാട്ടോ. നല്ല റിസൾട്ടാണ്, 100% ഞാൻ പറയുന്നത് നല്ല റിസൾട്ടാണ്. നിങ്ങൾക്ക് ഒരു 2 വീക്സ് കൊണ്ട് തന്നെ, 2 വീക്സ് ഒന്നും വേണ്ട, ഒരു 1 വീക്സ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ടാണ്. സ്കിൻ എനിക്ക് ഒരു തിളങ്ങാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന സംഭവമാണ് ഈ ഒരു റൈസ് വാട്ടർ എന്ന് പറഞ്ഞാൽ. പിന്നെ നമുക്കറിയാം വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആണെങ്കിൽ സ്കിൻ നല്ലൊരു ഗ്ലോ കിട്ടാനായിട്ട്, ഒരു നാച്ചുറൽ മോയ്സ്ചറൈസിങ്, അതായത് സ്കിൻ നന്നായിട്ട് മോയ്സ്ചറൈസും ഹൈഡ്രേറ്റ് ആയിട്ട് ഇരിക്കാനായിട്ടും, മുഖത്തെ കറുത്ത പാടുകളൊക്കെ പോകാനായിട്ടും വളരെയധികം ഹെൽപ്പ് ചെയ്യും. മുടി വളരാനായിട്ട് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇപ്പം മുടിക്ക് ഭയങ്കരമായിട്ടുള്ള ഡ്രൈനസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കുറയാനായിട്ടും നമുക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആ രീതിയിൽ യൂസ് ചെയ്യാം. ഇത് 2 കൂടി ആകുമ്പോൾ നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു ടോണറാണ് കേട്ടോ. സ്കിൻ ടോൺ ചേഞ്ച് ആവാൻ തന്നെ എന്നെ ഈ ഒരു റൈസ് ടോണർ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞാനിവിടെ സൈഡിൽ കുറച്ച് പിക്കൊക്കെ കൊടുക്കാം കേട്ടോ. സ്കിൻ ടോൺ കാണാൻ പറ്റും. ഭയങ്കരമായിട്ടൊരു ഡിസ്കളറേഷൻ ഉണ്ട് എൻ്റെ ഈ ഒരു സൈഡിലും ഇവിടെയൊക്കെ നന്നായിട്ട് പിഗ്മെന്റേഷൻ അല്ല, ഒരു ഡിസ്കളറേഷൻ പോലെയൊക്കെ എനിക്ക് നല്ല രീതിയിലുണ്ടായിരുന്നു. ടാൻ നല്ല രീതിയിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കുറയാനായിട്ട് നല്ലോണം എന്നെ ഈ ഒരു റൈസ് വാട്ടർ യൂസ് ചെയ്തിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാനത് അപ്ലൈ ചെയ്തിട്ട് കണ്ടോ, നന്നായിട്ട് എൻ്റെ സ്കിന്നിലോട്ട് അബ്സോർബ് ആയി. നമുക്കിത് വാഷ് ഒന്നും ചെയ്ത് കളയേണ്ട കാര്യമില്ല. പിന്നെ ഒരു ചെറിയൊരു സ്മെല്ല് നമുക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഉണ്ടാവും. എനിക്കൊന്നും അതപ്പോൾ തന്നെ മാറുമെന്ന് തോന്നണം കേട്ടോ. അത്രയേ ഉള്ളൂ. ഇപ്പം ഞാൻ എന്ത് കണ്ടോ, വേറെ ഒന്നും ഫേസിൽ നിങ്ങളെ കാണിക്കുകയാണ്, അപ്ലൈ ചെയ്തിട്ടില്ല കണ്ടോ, വേറെ ഒന്നുമില്ല. ക്ലിയർ സ്കിന്നിലായിരിക്കണം കേട്ടോ. നമ്മൾ ജസ്റ്റ് ക്ലെൻസ് ചെയ്തതിന് ശേഷം അപ്പം തന്നെ നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. നല്ല എഫക്റ്റീവ് ആണ്. നിങ്ങൾക്ക് ഒരു 1 വീക്ക് കൊണ്ട് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യണം കേട്ടോ. ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്യാതെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഒരാഴ്ച ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഇത് യൂസ് ചെയ്ത് നോക്കാം. അടിപൊളി സാധനമാണ്. നിങ്ങൾ അതിലൊന്ന് വന്ന് കമന്റ് ചെയ്യണം കേട്ടോ. നിങ്ങളൊരു 1 വീക്ക് യൂസ് ചെയ്തിട്ട് മാത്രം കമന്റ് ചെയ്താൽ മതി. പിന്നെ ചിലവർക്ക് ഇപ്പൊ ആദ്യമായിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഈ ഒരു സൈഡിൽ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക്. ചിലവർക്ക് ഇങ്ങനെ ചൊറിച്ചില് പോലെയൊക്കെ
പല സ്കിൻ ടോൺ ആണല്ലോ, ചിലർക്ക് സെൻസിറ്റീവ് സ്കിന്നൊക്കെ ഉള്ളവർക്ക് മേ ബി ഒരു ചൊറിച്ചിലൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യമായിട്ട് ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കയ്യിലോ അതല്ലെങ്കിൽ ഇവിടെ ഈ ഒരു നെക്കിന്റെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഒരു 10 മിനിറ്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു അരമണിക്കൂറിന് ശേഷം നിങ്ങൾ വേറെ ചൊറിച്ചിലോ ഒന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഫേസിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യാം. പൊതുവെ എനിക്ക് തോന്നുന്നു ഇതങ്ങനെ വലിയ എന്താ പറയുക ഇറിറ്റേഷൻ ഒന്നും ഇല്ലാത്ത ഇൻഗ്രീഡിയൻ്റ് ആണ്, അല്ലെങ്കിൽ സൈഡ് എഫക്റ്റ് ഒന്നും ഇല്ലാത്ത സംഭവമാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. സീറോ കോസ്റ്റിൽ നിങ്ങളുടെ സ്കിൻ ടോൺ ഒന്ന് ഇമ്പ്രൂവ് ആക്കി ഒന്ന് ചേഞ്ച് ആക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടോണർ യൂസ് ചെയ്താൽ മതി കേട്ടോ. എല്ലാവരും പൊതുവെ അങ്ങനെയാണ്, ഓസിക്ക് എങ്ങനെ ഒന്ന് സ്കിൻ കെയർ ചെയ്യാം അതല്ലെങ്കിൽ സ്കിൻ ഒന്ന് വെളുപ്പിച്ചെടുക്കാം ബ്രൈറ്റ് ആക്കി എടുക്കാം എന്നൊക്കെ ചിന്തിക്കുന്നവരാണ്. അപ്പൊ അവരെന്തായാലും ഇത് മിസ്സാക്കരുത്, എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. സോ അപ്പൊ ഈ വീഡിയോസ് നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്തിട്ടാണെങ്കിൽ അതുകൂടെ ഒന്ന് ഫോളോ ചെയ്തേക്കണേ. അപ്പൊ നെക്സ്റ്റ് നല്ലൊരു കണ്ടന്റ് ആയിട്ട് ഞാൻ വേഗം വരുന്നതായിരിക്കും കേട്ടോ. അതുവരേക്കും ബൈ.